നിന്റെ ഭാവിയെ തിരിക്കാൻ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവേ, എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ടായിരുന്നിട്ടും ഞാൻ ഉദ്ദേശിച്ചെടുത്ത് എനിക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിനക്കൊരു പുതിയ ലൈഫ് തരാൻ, നിനക്കൊരു പുതിയ ജീവിതം തരാൻ, നിന്റെ ഭാവിയെ ശോഭനമാക്കാൻ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ചില മണിക്കൂറുകളുടെ പ്രതിസന്ധികൾ ജന്മനാ പ്രതിസന്ധിയിലിരിക്കുന്നവർക്ക് വിടുതലാകാൻ പോവുകയാണ്. ഞാൻ ഒന്നും കൂടെ അതിനെ ഡെപ്തിലോട്ട് കൊണ്ടുപോവാണ്. നിന്നെ ചില മണിക്കൂറുകളുടെ ആഴ്ചകളുടെ പ്രതിസന്ധിയിലൂടെ ദൈവം കൊണ്ടുപോയത് വർഷങ്ങൾ വർഷങ്ങൾ പ്രതിസന്ധിയിൽ കടന്നവരെ വിടുവിച്ചെടുക്കുവാൻ. ഞാൻ എൻ്റെ പ്രിയ മക്കളോട് പറയുന്നു, മക്കളെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്നും കണ്ടോണ്ട് പുറകോട്ട് പോവില്ല. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ പോയവൻ ജന്മനാ പ്രതിസന്ധിയിലിരിക്കുന്നവന് വിടുതലായി മാറുകയാണ്. എന്റെ ദൈവം ആരാന്ന് നീ കാണും. ഒന്നാമത്തെ പ്രത്യേകത, കുരുടനൊറ്റ പ്രശ്നമേ ഉള്ളൂ, കാണാൻ പറ്റാത്തവൻ, കാഴ്ചയില്ലാത്തവൻ. പക്ഷെ ഈ പുള്ളിക്കാരൻ കുറച്ച് വ്യത്യസ്തനായിരുന്നു. ഒന്ന്, എല്ലാം ഉണ്ടായിട്ടും ഭാവി നഷ്ടപ്പെട്ടവൻ. ഈ കുരുടന്റെ പ്രത്യേകത ഏതായിരുന്നു? കേട്ടായിരുന്നോ? എല്ലാരും ഉണ്ടായിട്ടും ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബ്രദർ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. പറയാം, ശ്രദ്ധിച്ച് കേട്ടാ പറയാം. ഇവന്റെ കണ്ണ് യേശു സൗഖ്യമാക്കി. ഇവന്റെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടി. ഇവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ യഹൂദന്മാരെല്ലാം കൂടെ ഇളകി മറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ഇവന്റെ വീട്ടിൽ ചെന്നു. യോഹന്നാൻ 9:20. അവന്റെ പേരൻസിനോട് ചോദിക്കുകയാണ്. അവന്റെ അമ്മയപ്പന്മാർ അതിന് മറുപടി പറയുക, കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവൻ ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. ആരോടാ ചോദിച്ചത്? പേരൻസിനോട്. എവിടാ പോയത്? അവന്റെ വീട്ടില്. മനസ്സിലായോ? അപ്പൊ അവന് വീടുണ്ടായിരുന്നോ? അപ്പനും അമ്മ ഉണ്ടായിരുന്നോ? ഈ യാചകൻ, ഭിക്ഷക്കാരൻ, വഴിയിലിറങ്ങി യാചിക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു സാധനമുണ്ട്, ആരോരും ഇല്ല. പക്ഷെ ഇവൻ അങ്ങനെ അല്ലായിരുന്നു. ഇവന് വീടുണ്ടായിരുന്നു, ഇവൻ അമ്മയപ്പന്മാരുണ്ടായിരുന്നു. ഇനി അടുത്തത് നിങ്ങളെ ഞെട്ടിക്കും, ഇവനൊരു പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇവനൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പനോമയും മാത്രമല്ല, വീട് മാത്രമല്ല, ഇവനൊരു ചർച്ച ഉണ്ടായിരുന്നു. 9:22. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അപ്പം യഹൂദന്മാര് തമ്മിൽ പറഞ്ഞൊത്തിട്ട വന്ന് ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. മെമ്പർഷിപ്പ് ഇല്ലാത്തവനെ പുറത്താക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, പള്ളിയും പള്ളിക്കാരും ഉണ്ടായിരുന്നു, ആ പള്ളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം കേൾക്കണോ? ഈ അധ്യായം പഠിക്കുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ, ഈ NKJV KJV ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ യേശു പറഞ്ഞ വാക്കുകൾ മാത്രം അതിൽ ചുവന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേൾക്കുന്നോ? മലയാളം ചില ബൈബിളിലും കാണും. അതിനകത്ത് ഈ 9-ാം അധ്യായത്തിൽ 48ഓളം വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ 8 വാക്കുകൾ, 8 വാചകങ്ങളെ യേശു പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 40 വാക്കുകളും നാട്ടുകാർ ഇവന് വേണ്ടി പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ അവന്റെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് മനസ്സിലായോ? അവനൊരു വിഷയം ഉണ്ടായപ്പോൾ ആളുകളെല്ലാം കൂടെ ഇളകി വന്നുണ്ടോ? പള്ളിക്കാര്, നാട്ടുകാര്. അപ്പൊ അവന് പള്ളിക്കാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമാകാതെ പോയവൻ. ഇങ്ങനെ ആരെങ്കിലും ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ ഭാവിയെ തിരിക്കാൻ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവേ, എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ടായിരുന്നിട്ടും ഞാൻ ഉദ്ദേശിച്ചെടുത്ത് എനിക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു പുതിയ ലൈഫ് തരാൻ, നിനക്കൊരു പുതിയ ജീവിതം തരാൻ, നിന്റെ ഭാവിയെ ശോഭനമാക്കാൻ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. എനിക്ക് അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, എനിക്കെല്ലാം ഉണ്ടായിരുന്നിട്ടും കർത്താവേ എൻ്റെ ഭാവി നഷ്ടപ്പെട്ടല്ലോ, എനിക്കൊന്നും ആകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നിരാശയുള്ള ഏതെങ്കിലും മക്കളുമാരെന്നെ കേൾക്കുന്നെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ഭാവിയെ തിരിക്കാൻ യേശുവിന് കഴിയും. ഒരൊറ്റ പ്രവചനം കൊണ്ട്, ഒരൊറ്റ വാക്ക് കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് സകലത്തെ തിരിച്ചു കളയും. ഇതിനകത്ത് ഈ നിലയിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എല്ലാം ഉണ്ടായിട്ടും എനിക്കൊന്നും ആകാൻ പറ്റിയില്ല, അയ്യോ എൻ്റെ ഭാവി നഷ്ടപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടു, ഇത്രയും പ്രായമായി എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ട്? എൻ്റെ പൊന്നച്ഛ, സഹോദര, സഹോദരി, ചേച്ചി, പെങ്ങളെ, ബ്രദറെ, സിസ്റ്ററെ, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ ചരിത്രത്തെ തിരുത്തി മറിക്കാം എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവം ചില ജനാലകൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത് ചില കതകുകൾ തുറക്കാനാണ്. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കും. ദൈവം ചില ജനാലകൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത് ചില വലിയ കതകുകളെ തുറക്കാനാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ചതൊന്ന് സ്വീകരിച്ചാട്ടെ. മരുഭൂമിയിൽ നീ കണ്ടിട്ടില്ലാത്ത ഉറവ, ഹാഗാറേ, ഇശ്മയേലേ, നിനക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട്. ഒന്ന് ഭാവി നഷ്ടപ്പെട്ടവൻ, എല്ലാം ഉണ്ടായിട്ടും യേശു കർത്താവ് നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരും. രണ്ടാമതായി കുരുടന്റെ രണ്ടാമത്തെ പ്രത്യേകത, കുരുടന്മാർക്ക് വേഗതയിൽ, അറിയാവും, നിങ്ങളെപ്പോലെ സ്പീഡില്ല, പെതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാഴ്ചയില്ലാത്തവർക്ക് പെതുക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂ, പെതുക്കെ വണ്ടി കയറാൻ പറ്റൂ, പെതുക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ, പെതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. വളരെ സ്ലോയിലാണ്, വേഗത നഷ്ടപ്പെട്ടവൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേകത, നഷ്ടപ്പെട്ട വേഗതകളെ അവൻ തിരിച്ചു തരും. 5 കൊല്ലം കൊണ്ട് കായ്ക്കേണ്ട ബദാം ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തള്ളുക്കും. 7 ദിവസം കൊണ്ട് ഓടിയെത്തേണ്ട ഹോരേബ് പർവ്വതത്തിൽ നീ ഒറ്റ ദിവസം കൊണ്ട് ഓടിയെത്തും. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട മതില് പണി 52 ദിവസം കൊണ്ട് തീർക്കും. 5 കൊല്ലം എടുത്തുണ്ടാകേണ്ട മുന്തിരിച്ചാറ് വീഞ്ഞ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ശ്രേഷ്ഠമേറിയ വീഞ്ഞാകും. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ വാലല്ല. ആ വാക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? എന്തുവാ വാക്കിന്റെ അർത്ഥം? ഞാൻ നിന്നെ വാലല്ല തലയാകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ എഴുന്നേറ്റ് തലയാട്ടി ആമീനും പറഞ്ഞ് എണ്ണീറ്റ് സ്വോത്രവും പറഞ്ഞു. എന്തുവാ വാക്കിന്റെ അർത്ഥം? ഈ ബൈബിൾ വായിക്കുമ്പോൾ നാച്ചുറലായി സിമ്പിളായിട്ട് വായിക്കണം. വലിയ പിടുത്തം പിടിക്കാൻ പോയാൽ ഒന്നും മനസ്സിലാകത്തില്ല. വാലെവിടാ ഇരിക്കുന്നേ? പശുവിന്റെ വാലെവിടാ? കുരങ്ങിന്റെ വാലെവിടാ? പുറകിലല്ലേ? തലയല്ലേ ആദ്യം കാണുന്നേ? തല, ഹെഡ് ഈസ് ഫസ്റ്റ് എന്നല്ലേ? തലയല്ലേ ആദ്യം, വാല് പുറകിലല്ലേ? ഞാൻ നിന്നെ വാലല്ല തലയാക്കും എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി ഞാൻ പറയാം, നീ പുറകിലായി പോയെടുത്തുനിന്ന് ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന്
നീ പലയിടത്തും പുറകിലായി പോയെടുത്തുനിന്ന് ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവരും. Amen. 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 ഹല്ലേലൂയ. ഇതെല്ലാം ഇന്ന് ഇവിടെ ചിലരുടെ മേളിൽ ഒരു പ്രൊഫസി ആയിട്ട് വീഴട്ടെ. Amen. Hallelujah. 3 കുരുടന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? എല്ലാം ഉണ്ടായിട്ടും ഭാവി നഷ്ടപ്പെട്ടവൻ. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? വേഗത നഷ്ടപ്പെട്ടവൻ. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? പുതുമ നഷ്ടപ്പെട്ടവൻ. എന്താണ്? കുരുടന്മാർക്ക് എന്തെങ്കിലും പുതുമയുണ്ടോ? പുതിയ സാരി, പുതിയ ഷർട്ട്, പുതിയ പാൻസ്, പുതിയ വീട്, പുതിയ കാറ്, ഇതുവെല്ലാം കുരുടന്മാർക്കുണ്ടോ? പുതുമയില്ലാത്തവനാണ് കുരുടൻ. അവനൊന്നും പുതുമയില്ല. അവന്റെ മുമ്പിൽ ഒറ്റ കളറേ ഉള്ളൂ, അത് ഇരുട്ടാണ്, അത് ബ്ലാങ്ക് ആണ്. എന്നാൽ ഒരുവനെ യേശു കണ്ടാൽ, ഒരുവനെ യേശു തൊട്ടാൽ സകലവും പുതുതാകും. Amen. വളരെ ശാന്തമായിട്ടാണ് ഈ പറയുന്നതെങ്കിലും ഇത് സത്യമാണ്. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. Amen. ഈ ജീവിതത്തിൽ പുതുമ നഷ്ടപ്പെട്ടവരാരെങ്കിലും ഇരിപ്പുണ്ടോ? അങ്ങനെയുള്ളവരുണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ പൊന്നു ബ്രദറെ, രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കള ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, പണിക്ക് പോകുന്നു, രാത്രി വരുന്നു, കിടന്നുറങ്ങുന്നു, അടുത്ത ദിവസം രാവിലെ എണീക്കുന്നു. ജീവിതത്തിൽ എല്ലാം ഇങ്ങനൊരു സൈക്കിള് പോലെ പോവാണ്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, പുതിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ ദിവസവും ഒരുപോലെ, എല്ലാ വർഷവും ഒരുപോലെ. അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, ഇന്ന് ഇവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ. Amen. നിങ്ങൾക്കില്ലാത്തൊരു വിശ്വാസം എനിക്കുണ്ട്. Amen. എൻ്റെ ഒപ്പം കർത്താവിന്റെ ഏഞ്ചൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. Amen. ആ ദൈവത്തിന്റെ ദൂതൻ നിന്റെ ഫയൽ നിന്ന് എടുത്തിരിക്കും. Amen. എന്നിട്ട് ആ ബ്ലാങ്ക് പേപ്പറിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഫയലിനകത്ത് പുതുതായി ചിലതും കൂടെ എഴുതി ചേർക്കും. Amen. വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച് ചില പുതിയതായ ചില കാര്യങ്ങൾ, Yes. പുതിയ ഫലങ്ങൾ, പുതിയ ഉറവകൾ, പുതിയ വഴികൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. ഞാൻ വീണ്ടും ആ വിഷൻ കാണുകയാണ്. നിന്റെ ജീവിതത്തിന് വേണ്ടി ദൈവം ചിലത് പുതുതായി എഴുതി ചേർക്കുകയാണ്. എന്നെ കുറിച്ച് ഞാൻ എഴുതുന്നതല്ല, ദൈവം ചിലത് എഴുതി ചേർക്കും. ദൈവം ചിലത് എഴുതി ചേർക്കും. ദൈവം എഴുതട്ടെ. എൻ്റെ ജീവിതത്തിൽ ബ്ലാങ്കായി കിടക്കുന്ന മേഖലയിൽ ഫില്ല് ചെയ്യാനുള്ളിടത്ത് ഞാൻ എഴുതുന്നില്ല, എനിക്ക് വേണ്ടി ദൈവം ചിലത് എഴുതി ചേർക്കട്ടെ. ഞാൻ ആത്മാവിൽ എന്നത് കാഴ്ച കാണുകയാണ്. ദൈവം ചിലത് എഴുതി ചേർക്കട്ടെ. പുതുമയില്ലാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവ് സകലത്തെയും പുതുതാക്കും. യേശു സകലത്തെയും പുതുതാക്കും.